ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹൈബ്രിഡ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 29 ഡിസംബർ 2023 കഴിഞ്ഞ KTET കാറ്റഗറി 1 മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പൊതുവേ ഉള്ള ഒരു അഭിപ്രായമാണ് മാത്സിലെ ക്വസ്റ്റ്യൻസ് വളരെ ടഫായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റാണ്, കുറച്ചൊക്കെ ടഫായിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി മാത്സിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതായിരുന്നു അവിടുത്തെ മാത്സിലെ ഒരു കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ കൂടുതൽ സമയം എടുത്തപ്പോൾ ആൾക്കാർക്കത് നമുക്ക് ചെയ്യാനായിട്ട് ഫുള്ള് ടൈം അവർക്ക് തികയാതെ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ നോക്കുമ്പോൾ അത് വലിയ ടഫെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മീഡിയം ലെവൽ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ കാറ്റഗറി 1 കോഡ് എ കോഡാണ് പറയുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ, 8200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാക്കാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ 74, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 81, ഓപ്ഷൻ ഡി 64. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഓപ്ഷൻസിലൂടെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. 8200 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ. ഇതിനോട് ഏത് സംഖ്യ ഇതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താവണം? പൂർണ്ണവർഗമാവണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കുക, ഫസ്റ്റ് 8200 എന്ന് പറയുന്ന നമ്പർ ഏതൊക്കെ നമ്പേഴ്സിൻ്റെ വർഗങ്ങളുടെ ഇടയിലാണ് വരുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കിയേ, 90ൻ്റെ വർഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു നമ്പറാണ്. അപ്പോൾ 95 എടുത്താലോ? നമുക്കറിയാം 95ൻ്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്താൽ മതി? 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ 5ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതുക, പിന്നെ 9 × 9 + 1, അപ്പം 9 × 10 90 എന്ന് കിട്ടും. അപ്പോൾ ഇതിനിടയിലുള്ള ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് വരണം, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നോക്കിയേ, 90 കഴിഞ്ഞിട്ട് ഏറ്റവും ചെറിയ നമ്പറാണ് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരെ പോയിട്ട് നെക്സ്റ്റ് നമ്പർ 91ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8281. അപ്പോൾ ഇതാണ് നമ്മുടെ 91ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8200 എന്ന് പറയുന്ന ഈ നമ്പറിനോട് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 81 എന്ന് പറയുന്ന ഈ നമ്പറാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8281 എന്ന് പറയുന്നത് 91ൻ്റെ സ്ക്വയറും കൂടെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ, 81 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2215 മുതൽ 2250 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ്? 2215 മുതൽ 2250 വരെയുള്ള സംഖ്യകളുടെ തുക. അപ്പോൾ ഇവിടെ നോക്കിയേ, 2215 മുതൽ 2250 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ഇത് നാച്ചുറൽ നമ്പേഴ്സാണ്, എണ്ണൽ സംഖ്യകളാണ്, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് ഈ ഓരോ സംഖ്യകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇതൊരു നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, AP അല്ലേ ഇത്? അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്, AP ആണ്. അപ്പോൾ APയിൽ നമുക്ക് സം ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ അറിയാവുന്നവർക്ക് ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ APയിലെ സം ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, n/2 × 2a + n-1 × d എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ n വേണം, അല്ലേ? എത്ര നമ്പർ ഓഫ് ടേംസ് ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് n കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ d + 1. d എന്ന് പറയുന്നത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ് APയുടെ. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 2250 ആണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2215 ആണ്, കോമൺ ഡിഫറൻസ് 1 ആണ്, +1. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 35 + 1 = 36 എന്ന് കിട്ടും. n-ൻ്റെ വാല്യൂ 36 എന്ന് കിട്ടും. ഓക്കെ, ആ n-ൻ്റെ വാല്യൂ നമ്മൾ നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സം ഓഫ് ടേംസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ n-ൻ്റെ വാല്യൂ നമുക്ക് 36 കിട്ടിയല്ലോ. 36/2 2a. ഇവിടെ a എന്താണ്? a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ 2 × 2215. അപ്പോൾ 2 × 2215 എന്ന് പറയുമ്പോൾ 4430 എന്ന് കിട്ടും, പ്ലസ് n-1
36 മൈനസ് 1 ഇസ് ഈക്വൽ ടു 35. ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ 1 ആണ്, 1. സോ 35 എന്ന് നമ്മൾ എഴുതി. 18 ഇൻറ്റു ആഡ് ചെയ്ത് എഴുതുക 5 6 4 4. നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 80370 എന്ന് പറയുന്ന ആൻസറാണ്. ഉത്തരം വന്നിട്ട് 32ാമത്തെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? ഓപ്ഷൻസ് വായിക്കും. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 121, ഓപ്ഷൻ ബി 51, ഓപ്ഷൻ സി 97, ഓപ്ഷൻ ഡി 117. ഓക്കെ 117. ഓക്കെ, അപ്പോൾ ഇതിൽ അഭാജ്യ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? പ്രൈം നമ്പേഴ്സിന് ആ നമ്പറും പിന്നെ 1ഉം ആയിരിക്കും ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ. ഇവിടെ നോക്കിയേ 121. 121ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 121 ഉണ്ട്, 11 ഉണ്ട്, പിന്നെ 1 ഉണ്ട് അല്ലേ. അതുപോലെ 51ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ 51 ഉണ്ട്, 17 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 1 ഉണ്ട്. ഇവിടെ 97ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 97ഉം പിന്നെ 1ഉം മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ 17 എടുക്കുകയാണെങ്കിലും 17 ഒരു അഭാജ്യ സംഖ്യ അല്ല, അതിന് നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 3 ഉണ്ട്, അങ്ങനെ നമുക്ക് 3, 117, 1, പിന്നെ അങ്ങനെ പോകുന്ന ഫാക്ടേഴ്സ് 9, അങ്ങനെ നമുക്ക് 117നും ഒന്നിലധികം ഫാക്ടേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതാണ് ആ 1ഉം അതേ സെയിം നമ്പറും ഫാക്ടേഴ്സായിട്ട് വരുന്നത് ഏത് മാത്രമാണ്? 97 മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 34 ആണ്. ELPS എന്നതിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഗണിതാശയ രൂപീകരണ ഘട്ടങ്ങളിലാണ്, ഓപ്ഷൻ ബി ആശയത്തെ സ്വന്തം ഭാഷയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നു, ഓപ്ഷൻ സി ആശയത്തെ ചിത്രീകരിക്കുന്നു, ഓപ്ഷൻ ഡി മത്സര സ്വഭാവം വളർത്തുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സര സ്വഭാവം വളർത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകതയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, ഓപ്ഷൻ ബി വിവ്രജന ചിന്ത, ഓപ്ഷൻ സി ആവശ്യമായ ദത്തങ്ങൾ ഉണ്ടാവും, ഓപ്ഷൻ ഡി വ്യത്യസ്ത മാർഗങ്ങളാണ്. ആവശ്യമായ ദത്തങ്ങൾ ഉണ്ടാവും എന്നതാണ് ഇവിടുത്തെ ആൻസർ. സി ആണ് ആൻസർ. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗണിതത്തിലെ പ്രശ്ന നിർദ്ധാരണ ഘട്ടങ്ങളെ ശരിയായി ക്രമപ്പെടുത്തിയത് ഏത്? 1 നിഗമനത്തിൽ എത്തിച്ചേരൽ, 2 ക്രിയ ചെയ്യൽ, 3 പ്രശ്നം നിർണ്ണയിക്കൽ, 4 പ്രശ്ന വിശകലനം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് പ്രശ്നം നിർണ്ണയിക്കൽ, പ്രശ്ന വിശകലനം, ക്രിയ ചെയ്യൽ, അത് കഴിഞ്ഞിട്ട് നിഗമനത്തിൽ എത്തിച്ചേരൽ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ന്റെ 72, ഓപ്ഷൻ ബി 268, ഓപ്ഷൻ സി 63, ഓപ്ഷൻ ഡി 252. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 9ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയോ, 9ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 9 × 1 + 9 × 2 + 9 × 3 + ഇങ്ങനെ പോയി 9 × 7 വരെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാത്തിനും നമുക്ക് 9 കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? 1 + 2 + 3 etc. up to 7. അപ്പോൾ ഇതെന്താണ്? എണ്ണൽ സംഖ്യകളാണ് അല്ലേ. 1 മുതൽ 7 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ എന്ത് വരും? 9 × n × n + 1/2 ആണ്. അപ്പോൾ 7 × 7 + 1 അതായത് 8 / 2 എന്ന് വരും. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 9 × 28 = 252 എന്ന് വരും ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു മോട്ടോർ സൈക്കിൾ 20 മീറ്റർ സഞ്ചരിക്കുന്ന സമയം കൊണ്ട് ഒരു സൈക്കിൾ 14 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ മോട്ടോർ സൈക്കിൾ 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും സൈക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? മോട്ടോർ സൈക്കിൾ 20 മീറ്റർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു സൈക്കിൾ എന്താ എടുക്കുന്നത്? 14 മീറ്റർ ആണ്. ഇതേ സമയം കൊണ്ട് സൈക്കിൾ 14 മീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോട്ടോർ സൈക്കിൾ 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും സൈക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1.5
കിലോമീറ്റർ. അപ്പം നമ്മൾ അതിനെ ആദ്യം എന്ത് ആക്കണം? നമുക്കിവിടെ എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് കിലോമീറ്ററിലാണ്. അപ്പം നമ്മൾ യൂണിറ്റ് സെയിം ആക്കണം. അപ്പോൾ 1.5 കിലോമീറ്റർ, നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ 1.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 1500 മീറ്റർ ആണ്. അപ്പോൾ നോക്കിയേ, ഈ 20 മീറ്റർ ആണ് മോട്ടോർ സൈക്കിൾ സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ ഇതുപോലെ എത്ര പ്രാവശ്യം സഞ്ചരിച്ചപ്പോഴായിരിക്കും 1500 ഉണ്ടായിരിക്കുക? അപ്പോൾ 1500 ഡിവൈഡഡ് ബൈ 20 ചെയ്യണം. അപ്പോൾ എന്ത് വന്നു? 75 എന്ന് കിട്ടും. അപ്പോൾ ഈ 75നെ 14 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ? 75 ഇൻറ്റു 14 ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ 1050 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയുടെ 1/3ന്റെ 3/4 ഭാഗം 47 ആയ സംഖ്യ എത്രയാണ്? ഓപ്ഷൻ വന്നിട്ട് എ 142, ബി 190, സി 180, ഡി 192. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സംഖ്യയുടെ 1/3ന്റെ 3/4 ഭാഗം 48 ആയാൽ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സംഖ്യ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. എക്സിൻ്റെ 1/3ന്റെ 3/4 ഭാഗം ഇസ് ഈക്വൽ ടു 48 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സോൾവ് ചെയ്താൽ മതി. 3 3 ക്യാൻസൽ ആയി പോയി. എക്സ് ഇസ് ഈക്വൽ ടു 4 ഇപ്പുറത്ത് വരും. അപ്പോൾ 48 ഇൻറ്റു 4 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 192 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജിയോജിബ്ര രൂപപ്പെടുത്തിയത് ആരെന്ന്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജിയോജിബ്ര രൂപപ്പെടുത്തിയിരിക്കുന്നത് മാർക്കസ് ഹോഹൻ വാർട്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യൻ. ഒരാൾ 500 രൂപ നോട്ട് മാറിയപ്പോൾ 10 രൂപ നോട്ടും 20 രൂപ നോട്ടുമാണ് കിട്ടിയത്. ആകെ നോട്ടുകളുടെ എണ്ണം 70 ആയ 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. നമ്മൾ ഇടയിൽ വെച്ച് സ്റ്റക്ക് ആയി പോവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല. സോ ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 42ാമത്തെ ക്വസ്റ്റ്യൻ. 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റസംഖ്യയിൽ നിന്നും 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ടസംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? അപ്പോൾ ഓപ്ഷൻ വന്നിട്ട് എ 3, ബി 6, സി 7, ഡി 8. ഓക്കെ, 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയിൽ നിന്നും 4 അക്കമുള്ള വലിയ ഇരട്ടസംഖ്യ കുറച്ചാൽ എത്ര കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്? 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണല്ലേ. 1 2 3 4 5 ഇതാണ് 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ. പക്ഷേ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 വരും. ഒറ്റ സംഖ്യ അല്ലേ. ഇനി ഇതിൽ നിന്നും ഏറ്റവും വലിയ 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ കുറച്ചാൽ എന്നാണ് ചോദ്യം. അപ്പം 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. പക്ഷേ ഇത് ഒറ്റ സംഖ്യയാണ്. നമുക്ക് വേണ്ടത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും വലിയ 4 അക്കമുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതു രണ്ടക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത ഏതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ 5ന്റെ ഗുണിതം, ഓപ്ഷൻ ബി 2ന്റെ ഗുണിതം, ഓപ്ഷൻ സി 6ന്റെ ഗുണിതം, ഓപ്ഷൻ ഡി 9ന്റെ ഗുണിതം. അപ്പോൾ ഏത് 2 അക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് 2-3 എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ 69 എടുക്കുന്നു. ഓക്കെ, ഏത് ഒരു 2 അക്ക സംഖ്യ എടുത്താലും അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ചാലെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 15 അല്ലേ. 15 കുറച്ച് നോക്കിയാൽ അപ്പോൾ എത്ര കിട്ടും? 4 6 മൈനസ് 1 7 5 അല്ലേ. 54 എന്ന് കിട്ടും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കിയേ. 43 മൈനസ് അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 7 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. 36. അതുപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. 12ൽ നിന്നും ഇതിൻ്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3 ആണ്. 3 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പൊതുവായിട്ടുള്ള ഒരു നോക്കിയേ കണ്ടോ, 9
9, 54, 36. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് നോക്കുമ്പോൾ എന്തിൻ്റെ ഗുണിതങ്ങളാണെന്ന് മനസ്സിലാവുന്നുണ്ട്? 9ൻ്റെ ഗുണിതങ്ങളല്ലേ ഇതെല്ലാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ 3/4-നും 5/6-നും ഇടയ്ക്കുള്ള സംഖ്യ ഏത്? ഓപ്ഷൻ വരുന്നത് എ 25/36, ഓപ്ഷൻ ബി 24/36, ഓപ്ഷൻ സി 29/36, ഓപ്ഷൻ ഡി 18/36. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 3/4-ഉം 5/6-ഉം ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 3/4ൻ്റെ വാല്യൂ എന്താ? 3/4ൻ്റെ 0.75 എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. 5/6ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.83 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് ഈ 0.75നും 0.83ക്കും ഇടയിലുള്ള വാല്യൂ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മളത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, ഡി നോക്കിയേ, ഡിയിൽ നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടൂലേ. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2ൻ്റെ വാല്യൂ നമുക്കറിയാം 0.5 ആണ്. അതുപോലെ വേറെ ഏതിനെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇവിടെ നമുക്ക് 12 വെച്ച് ക്യാൻസൽ ചെയ്യാൻ 2/3 എന്ന് കിട്ടും. അപ്പോൾ 2/3യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 0.6 വരും. അപ്പോൾ 0.5 എന്തായാലും 0.7ൻ്റെയും 0.8ൻ്റെ ഇടയിൽ വരില്ല. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ 0.6ഉം വരില്ല. 25/36 ചെയ്യുമ്പോൾ നമുക്ക് 0.6ൽ വരുന്ന തുടങ്ങുന്ന നമ്പേഴ്സാണ് കിട്ടുക. അപ്പോൾ അതും നമുക്ക് ആൻസറായി വരില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 29/36 ആണ്. ഇത് നമ്മൾ വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.80ൽ തുടങ്ങുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്, 29/36. അടുത്ത ക്വസ്റ്റ്യൻ 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തുടർച്ചയായ 7 ഒറ്റ സംഖ്യകളുടെ തുക 63 ആണ് എങ്കിൽ അതിൽ ചെറിയ സംഖ്യ ഏതെന്നാണ്. നമ്മുടെ ഓപ്ഷൻ വരുന്നത് എ 3, ബി 5, സി 7, ഡി 9. തുടർച്ചയായ 7 ഒറ്റ സംഖ്യകളുടെ തുക 63 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ തുടർച്ചയായ 7 ഒറ്റ സംഖ്യകൾ നമ്മൾ എങ്ങനെ എടുക്കും? എക്സ് നമുക്കറിയാം, ഒറ്റ സംഖ്യകൾ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ x+2 എന്ന് എടുക്കാം നെക്സ്റ്റ് നമ്പർ. അടുത്ത x+4, x+6, x+8, പിന്നെ x+10. നോക്കിയേ 7 നമ്പേഴ്സ് ആയോ നോക്കാം. 1, 2, 3, 4, 5, 6 പിന്നെ 7. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 63 കിട്ടുന്നു എന്നാണ് പറയുന്നത്. എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്തേ 1, 2, 3, 4, 5, 6, 7. 7x ഉണ്ട് പ്ലസ് ബാക്കി നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 12 + 10 22, 22 + 8 30, 36, 40, 42 = 63 എന്ന് കിട്ടും. അപ്പോൾ 7x = 63 - 42. അപ്പോൾ എന്തൊരു 21 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഏതെന്നാണ് ചോദ്യം. ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗമന രീതിയുടെ സവിശേഷത ഏതെന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ വന്നിട്ട് പൊതുതത്വത്തിൽ നിന്നും പ്രത്യേക പ്രശ്നത്തിലേക്ക്, ബി മൂർത്ത വസ്തുക്കളിൽ നിന്നും അമൂർത്താശയത്തിലേക്ക്, സി സ്വയം കണ്ടെത്തി നിഗമനത്തിൽ എത്തിച്ചേരലിലേക്ക്, ഡി ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വത്തിലേക്ക്. അപ്പോൾ ഇതിനകത്ത് ആഗമന രീതിയുടെ സവിശേഷത എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വത്തിലേക്ക് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗണിത പഠനത്തിന് ഉപയോഗിക്കാത്ത സോഫ്റ്റ്വെയർ ഏതെന്നാണ്. ഗണിത പഠനത്തിന് ഉപയോഗിക്കാത്ത സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Gplates ആണ്. ബാക്കി എല്ലാം ഗണിതവുമായി ബന്ധപ്പെട്ട് വരുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വരിയിൽ മുന്നിൽ നിന്നും 10ാമതുള്ള വ്യക്തി പിന്നിൽ നിന്നും 20ാമതുള്ള വ്യക്തിയുടെ മുന്നിലായി 4ാമതാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നാണ്. ഓപ്ഷൻ വന്നിട്ട് എ 32, ബി 33, സി 25, ഡി 34. ഓക്കെ, ഇതൊരു മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു വരിയിൽ മുന്നിൽ നിന്നും 10ാമതുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു നമ്മുടെ വരി എന്ന് വിചാരിക്കുക. വരിയുടെ മുന്നിൽ നിന്ന് ഇതാണ് നമ്മുടെ വരി, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഫ്രണ്ടിൽ നിന്ന് എത്രാമതാണെന്ന് പറഞ്ഞിരിക്കുന്നത് 10ാമതുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ അയാളുടെ മുന്നിൽ എത്ര പേര് കാണും? 9 പേര് കാണൂലേ. ഇവിടെയാണ് ആ വ്യക്തി നിൽക്കുന്നതെന്ന് വെച്ചോ, 10ാമത് നിൽക്കുകയാണ്.
പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, പിന്നിൽ നിന്നും 20ാമതുള്ള വ്യക്തിയുടെ മുന്നിലായി 4ാമതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നിൽ നിന്നും 20ാമത് നിൽക്കുന്ന വ്യക്തി, അപ്പോൾ അയാളുടെ ബാക്കിൽ 19 ആൾക്കാർ കാണും. ഇവിടെ ആയിരിക്കും ആ വ്യക്തി നിൽക്കുന്നത്. അയാളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇയാളുടെ മുന്നിലായി 4ാമതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര പേര് കാണും? 1, 2, 3 പേര് കാണും. കണ്ടോ, മുന്നിലായിട്ട് 4ാമതാണ് ഇയാളുടെ സ്ഥാനം. അങ്ങനെയെങ്കിൽ വരിയിൽ എത്ര പേരുണ്ടെന്നാണ്. എന്ത് ചെയ്യണം? ഇവിടെ എത്ര പേരുണ്ട് മൊത്തം? 1, 2, 3, 4, 5. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടാം. 9 + 5 + 19. അപ്പോൾ 19 + 5 എന്ന് പറയുമ്പോൾ 24. 24 + 9. അപ്പോൾ വരുന്നത് ആൻസർ 33 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 100 മുതൽ 999 വരെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക എണ്ണൽ സംഖ്യകളുണ്ട്? ഓപ്ഷൻ എ 178, ഓപ്ഷൻ ബി 179, ഓപ്ഷൻ സി 180, ഓപ്ഷൻ ഡി 181. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 100 മുതൽ 999 വരെ 999 വരെയുള്ള മൂന്നക്ക സംഖ്യകൾ, അതിൽ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഒന്നുകിൽ 0-ൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 5-ൽ എൻഡ് ചെയ്യണം. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് എന്തായാലും 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന നമ്പറാണ്. നെക്സ്റ്റ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 105 ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് വരുന്നത് 110 ആയിരിക്കും, പിന്നെ 115, അങ്ങനെ പോകുന്നു. ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? 995 ആയിരിക്കും. ഇനി ഇതൊരു AP അല്ലേ, ശ്രദ്ധിച്ചേ, AP ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് 100 ആണ്. പൊതുവ്യത്യാസം D എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയെങ്കിൽ APയിലെ നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ. N = ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ D + 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 995 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 100 ആണ്, ഡിവൈഡഡ് ബൈ D എന്ന് പറയുന്ന 5 ആണ്, + 1 ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 5, 9, 5 + 1 ഡിവൈഡ് ചെയ്യുമ്പോൾ 7, 180 എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 30 സ്റ്റാർ 6 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ 15 എന്നതിൽ സ്റ്റാർ ചിഹ്നത്തിന് പകരം താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം ക്രിയാചിഹ്നങ്ങൾ ക്രമമായി ഉപയോഗിച്ചാൽ ഉത്തരം 0 ലഭിക്കും? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റാറിന് പകരം ഈ തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ അതേ ഓർഡറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വേറൊരു വഴിയില്ല ഇവിടെ നമുക്ക് ആൻസർ കണ്ടെത്താൻ. ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതിലാണോ ആൻസർ 0 കിട്ടുക അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 30/6 - 4 × 5 + 15 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തേ. ഫസ്റ്റ് 30/6 ചെയ്യുക, അപ്പോൾ എന്ത് വരും? 5 - 4 × 5 ചെയ്യണം അല്ലേ. നെക്സ്റ്റ് 4 × 5 എന്ന് പറയുമ്പം എന്ത് വരും? 20 ആണ്, + 15. അപ്പോൾ ഇതെന്ത് വരും ആൻസർ? 15 + 5 എന്ന് പറയുന്നത് 20. 20 - 20 = 0. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് 0. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തവയിൽ വാൻ ഹേലിയുടെ ജ്യാമിതീയ പഠന ലെവലുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൻ്റെ ഓപ്ഷൻസ് ചിന്തയുടെ കാഠിന്യം, ദൃശ്യവൽക്കരണം, വിശകലനം, അളക്കൽ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ വരുന്നത് അളക്കലാണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 52ാമത്തെ ക്വസ്റ്റ്യൻ. ഗണിത പഠനോപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അതിൽ ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്ലൈനോമീറ്റർ, ജിയോ ബോർഡ്, സിഗ്മോമീറ്റർ, ഡോമിനോകൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സിഗ്മോമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുകയുടെയും ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസം ഏത്? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ 142, ഓപ്ഷൻ ബി 240, ഓപ്ഷൻ സി 210, ഓപ്ഷൻ ഡി 220. ഓക്കെ, ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുകയും ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ ആദ്യത്തെ n
ഈവൻ നമ്പേഴ്സിൻ്റെ സം അല്ലെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 20 വരും. അപ്പോൾ 20 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 21 മൈനസ് 20 ഇൻറ്റു 21/2. അപ്പോൾ 20 ഇൻറ്റു 21 നിന്നും 20 ഇൻറ്റു 21/2 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 20 ഇൻറ്റു 21/2 തന്നെ ആൻസർ ആയിട്ട് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 210. 210 ആൻസർ ഓപ്ഷൻ സി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശാസ്ത്രത്തിലേക്കുള്ള കവാടവും താക്കോലും ഗണിതമാണ്. ഇത് പ്രസ്താവിച്ചത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റോജർ ബേക്കൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗണിത പഠനത്തിൽ സർഗാത്മകത വളർത്താൻ അനുയോജ്യമല്ലാത്ത മാർഗം. ഇതിൻ്റെ ഓപ്ഷൻസ് പറയുന്നത് എ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, ബി സംഖ്യാ പാറ്റേണുകൾ തയ്യാറാക്കൽ, സി ധാരാളം ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യൽ, ഡി ഗണിത കഥകൾ, പതിപ്പുകൾ എന്നിവ തയ്യാറാക്കൽ അല്ലെങ്കിൽ ശേഖരിക്കൽ. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ധാരാളം ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം ആകാവുന്നത് ഏത്? നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 12. ഓക്കെ, അപ്പോൾ ഇവിടെ ത്രികോണത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 സെന്റിമീറ്റർ ആണ് ത്രികോണത്തിന്റെ ചുറ്റളവെങ്കിൽ ഇതിൽ ഏതാണ്, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ത്രികോണത്തിന്റെ വശത്തിൻ്റെ നീളം ആകാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ താഴെ ആയിരിക്കണം ത്രികോണത്തിൻ്റെ വശം എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റളവിൻ്റെ 20ൻ്റെ പകുതി കാണുക, പകുതി എന്താ? 10. അപ്പോൾ 10നേക്കാൾ ചെറുതായിരിക്കണം ത്രികോണത്തിൻ്റെ വശം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ഇവിടെ 9 മാത്രമേ 10നേക്കാൾ ചെറുതായിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്ത്രസംഗ്രഹം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഓപ്ഷൻസ് പറയുന്നത് ആര്യഭടൻ, ബ്രഹ്മദത്തൻ, ഭാസ്കരാചാര്യർ, സോമയാജി. അപ്പോൾ ഇതിൻ്റെ ആൻസർ സോമയാജിയാണ്. തന്ത്രസംഗ്രഹം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് സോമയാജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 58ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 36/2.5 into 0.77/28 equal to 0.396 ആയാൽ 717/0.25 into 3.6/0.28 ന്റെ വില എത്രയാണ്? ഓപ്ഷൻ എ വരും 3.96, ഓപ്ഷൻ ബി 396, ഓപ്ഷൻ സി 39.6, ഓപ്ഷൻ ഡി 0.396. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്നതിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ ഇങ്ങനെ ഡെസിമൽ പോയിന്റ് വന്നാൽ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഡിവിഷനിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? 1 2 3 4 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 zeros കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 7.7 ഇൻറ്റു 3.6 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 28. നമ്മൾ ഡിനോമിനേറ്ററിൽ ഇത് കളഞ്ഞു, ഡെസിമൽ പോയിന്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനെ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 7 ഇൻറ്റു 3 6. ഇവിടുന്ന് 2 zeros കട്ട് ചെയ്യാമല്ലോ. 1 0 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 28. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ആൻസറായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ 396 എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7 77 777. ഈ രീതിയിൽ 10 സംഖ്യകൾ വരെ എഴുതി എല്ലാ സംഖ്യകളുടെയും തുക കണ്ടാൽ തുകയുടെ 100ന്റെ സ്ഥാനത്ത് വരുന്ന അക്കം എഴുതും. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്പേഴ്സ് പോകുന്നത്. 7 77 777, പിന്നെ അടുത്ത് വരുമ്പോൾ 7 7 7 7. ഇങ്ങനെ പോയി എത്ര വരെ നമ്മൾ എഴുതും? 10 പ്രാവശ്യം 7 റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതുന്നു.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്നിട്ട് ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 7 എത്ര പ്രാവശ്യം വരും? വൺസ് പ്ലേസിൽ 7 10 പ്രാവശ്യം വരും അല്ലേ? അപ്പോൾ 7നെ 10 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 70. അപ്പോൾ ഇത് വരും. ഇനി അടുത്ത് ഇവിടെ നോക്കിയേ, ടെൻസ് പ്ലേസിൽ 7 എത്ര പ്രാവശ്യം വരും? 9 പ്രാവശ്യം വരും അല്ലേ? 9 പ്രാവശ്യം വരുമ്പോൾ ആൻസർ എന്ത് വരും? 9 7 63 ആണ്. 63 + 7 വീണ്ടും ഇവിടെ 7 തന്നെ വരും. അടുത്ത് ഇനി ഇവിടെ നോക്കിയോ, ഇവിടെ നമുക്ക് 8 പ്രാവശ്യം 7 വരുന്നുണ്ട്. ഹൺഡ്രഡ്സ് പ്ലേസിൽ എത്ര വരും എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 8 പ്രാവശ്യം 7 വരും, പിന്നെ ഇവിടെ ഒരു 7 കൂടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? 9 പ്രാവശ്യം 7 വരുന്നുണ്ട്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ? ബാക്കി നമുക്ക് ബാക്കി പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ സി ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, 60ാമത്തെ ക്വസ്റ്റ്യൻ. 1 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ ഏതക്കമാണ് ഏറ്റവും കുറവെണ്ണം ആവർത്തിക്കുന്നത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 5. ഓക്കെ, 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കുറവ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? 1 മുതൽ 99 വരെ നമ്മൾ എഴുതിയാൽ ബാക്കി എല്ലാ നമ്പേഴ്സും നമുക്കൊരു എത്ര പ്രാവശ്യം കിട്ടും? ഒരു 10 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ? 1 എടുക്കുവാണെങ്കിൽ 1, 11, 21 അങ്ങനെ നമുക്ക് 31, 41, 51, 61, 71, 81, 91. 1 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 ടൈംസ്. 11 ടൈംസ് 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ബാക്കി എല്ലാ നമ്പേഴ്സും നമുക്ക് ഈ ഒരു 11 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരും. അതിൽ 0 മാത്രമാണ് നമുക്ക് കുറവ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ വരുന്നത് ബി ആണ്, 0. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേറ്ററ്റിൻ്റെ എക്സാമിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. ബാക്കി സബ്ജക്റ്റിൻ്റെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കേറ്ററ്റ് എഴുതിയവർക്ക് ആൻസേഴ്സ് വെരിഫൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.